മഹാലക്ഷ്മി സീരിയലിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. മഹാലക്ഷ്മി വയ്യാണ്ടായി ഹോസ്പിറ്റലിൽ കിടക്കുന്ന ഈ സാഹചര്യത്തിൽ ഇപ്പോൾ തൽക്കാലം പണം തരാനില്ല എന്നും ഒരാഴ്ചയ്ക്ക് ശേഷം തരാം എന്ന് അനന്ത് നേരിട്ട് വാമദേവനെ കണ്ട് പറയുമ്പോഴത്തേക്കും 10 ലക്ഷം രൂപ ഇപ്പോഴാണെങ്കിൽ തന്നാൽ മതി, ഒരാഴ്ചയ്ക്ക് ശേഷമാണെങ്കിൽ 15 ആകും, പിന്നീടും ഡേറ്റ് മാറിക്കഴിഞ്ഞാൽ 15-20 ആകും, അങ്ങനെ തുക മാറും. കണ്ണനോട് സത്യങ്ങൾ പറയേണ്ടെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഞാൻ ആവശ്യപ്പെട്ട തുക തരണമെന്നും അനന്തുവിനും ലേഖയ്ക്കും ഈ പൈസ നിസ്സാരമായിട്ട് കൊടുത്ത് സഹായിക്കാവുന്നതല്ലേ ഉള്ളൂ എന്നൊക്കെ പറയുന്ന സമയം അനന്തു പറയുന്നുണ്ട്, എന്തായാലും മഹിയായിട്ടുള്ള കാര്യം മഹി തന്നെ തന്ന് ക്ലിയർ ചെയ്യട്ടെ, 15 ലക്ഷമെങ്കിൽ 15 ലക്ഷം തരാമെന്ന് പറയുന്നു. മാത്രമല്ല നമ്മുടെ മാർക്കോയാണെങ്കിൽ അനന്തുവിനെയും അതുപോലെ കണ്ണനെയും കണ്ടു പറയുന്നു, 1 ടൈം സെറ്റിൽമെൻ്റ് എന്ന് പറഞ്ഞ് ഒരു തവണയും കൂടി വാമദേവനെ വിളിച്ചു വരുത്തണം, എന്നിട്ട് എത്ര രൂപ അയാൾക്ക് വേണമെന്ന് ചോദിക്കേണ്ട പാടേ ഉള്ളൂ. അയാൾ ഒരു എമൗണ്ട് പറയും, നമ്മൾ ബാർഗെയിൻ ചെയ്യേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ. അതും പ്രകാരം അനന്തു ആണെങ്കിൽ വാമദേവനെ വിളിച്ചു വരുത്തുന്നുണ്ട്. അങ്ങനെ വാമദേവനോട് പറയുന്നു, മഹാലക്ഷ്മിയുടെ രണ്ടാനച്ഛനാണ് കണ്ണൻ്റെ അച്ഛനെ കൊന്നേന്നുള്ള സത്യം കണ്ണനോട് തുറന്നു പറയാതിരിക്കാനും, മാത്രമല്ല ആ സംഭവത്തിന് സാക്ഷി മഹാലക്ഷ്മിയാണെന്നുള്ള കാര്യം അറിയിക്കാതിരിക്കുന്നതിന് എത്ര രൂപ താങ്കൾക്ക് വേണം? ആ സത്യം താങ്കളോട് തുറന്നു പറഞ്ഞപ്പോൾ ഇത്രയും വലിയൊരു ചതി ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല എന്ന് പറയുമ്പോൾ വാമദേവനാണെങ്കിൽ ഇങ്ങനെ ചിന്തിച്ച് 1 ടൈം സെറ്റിൽമെൻ്റ് അല്ലയോ, ഈ പൈസ തന്നു കഴിഞ്ഞാൽ പിന്നീട് ഇതിൻ്റെ പേര് പണം ആവശ്യപ്പെട്ടുകൊണ്ട് വരാൻ പാടില്ലെന്ന് അനന്ത് തീർത്ത് പറയുന്നത് കേട്ടിട്ട് വാമദേവൻ ചിന്തിക്കുന്നു, എത്ര രൂപ പറയണം? ഇപ്പോഴാണെങ്കിൽ 10 മാറി 15 ആക്കി വെച്ചേക്കുന്നേ ഉള്ളൂ, എത്ര വേണം എന്നിങ്ങനെ ആലോചിച്ചിട്ട് വാമദേവൻ ഒരു തീരുമാനത്തിലെത്തുന്നുണ്ട്. 60 ലക്ഷം രൂപ. 60 ലക്ഷം രൂപയിൽ 1 രൂപ കുറയ്ക്കാൻ പാടില്ല, അത് ഞാൻ ആവശ്യപ്പെടുന്ന സമയത്ത് തരണം. ഈ വ്യാഴാഴ്ച കൃത്യം 60 ലക്ഷം രൂപ തന്നേക്കണം. അതിൽ 1 രൂപ മാറിക്കഴിഞ്ഞാൽ അറിയാലോ, ഞാൻ കണ്ണനെ കണ്ട് ഉള്ള കാര്യം അങ്ങ് പറയും, പിന്നെ അതോടെ കണ്ണനും മഹിയും തമ്മിലുള്ള ബന്ധം എന്നേക്കും സ്വാഹയാകും. അതുകൊണ്ട് മാർക്കോയൊന്നും കണ്ട് കാര്യം പറഞ്ഞ് തല്ലി തോൽപ്പിച്ച് എന്നെ ജയിക്കാമെന്നൊന്നും വിചാരിക്കേണ്ട എന്നൊരു ക്ലൂവും കൂടെ കൊടുക്കുന്നുണ്ട് നമ്മുടെ വാമദേവൻ അമ്മാവൻ. കാരണം മാർക്കോയുടെ കൈത്തരിപ്പിൻ്റെ ചൂട് നല്ല പേടിയുണ്ടേ. വാമദേവൻ്റെ ആവശ്യത്തിന് ഒടുക്കം നമ്മുടെ അനന്തു ഡീല് പറയുന്നു. അങ്ങനെ അടുത്ത വ്യാഴാഴ്ച ഒരു പെട്ടി പണവുമായി വരുന്നതും കാത്ത് നമ്മുടെ വാമദേവൻ ഇപ്പോഴേ സ്വപ്നങ്ങൾ കാണാൻ തുടങ്ങി. ഈ ഒരു ഐഡിയ തനിക്ക് എന്തുകൊണ്ട് മുന്നേ തോന്നിയില്ല? വിശ്വനാഥനെ കൊന്നത് ഞാനാണെങ്കിലും അതിൽ ഏറ്റവും കൂടുതൽ നേട്ടം ഉണ്ടാക്കിയത് ഞാൻ തന്നെയാണല്ലോ എന്നൊക്കെയുള്ള അഹങ്കാരത്തിൽ മതിമറന്ന് സന്തോഷിക്കുകയാണ്. നേരെ വീട്ടിലേക്ക് വരുമ്പോഴത്തേക്കും സീമന്തിനി ചോദിക്കുന്നു, എന്തായി മനുഷ്യ, അനന്തു ഭീഷണിപ്പെടുത്താനും കാണാൻ വിളിച്ചതാണോ? മാർക്കോയും കൂടെ ഉണ്ടായിരുന്നു, നീ വിചാരിക്കുന്നത് പോലെ ഒന്നും സംഭവിച്ചില്ലടി. അവനാണെങ്കിൽ എനിക്ക് എത്ര പണം ഈ കാര്യം മറച്ചു വെക്കുന്നതിന് ടോട്ടലി വേണോന്നറിയാൻ വേണ്ടിയിട്ട് വിളിച്ചു ചോദിച്ചതാ. നിങ്ങളെന്ത് പറഞ്ഞു? ഞാനൊരു 60 ലക്ഷം പറഞ്ഞു. അതായത് ഈ 60 ലക്ഷം കിട്ടിക്കഴിഞ്ഞാൽ ഇനി മേലെ പൈസ ആവശ്യപ്പെടാൻ പാടില്ല എന്നല്ലേ? അത് തന്നെയാടി. പക്ഷേ നിങ്ങൾ ഈ കിട്ടിയത് കൊണ്ട് ഇനി പണം ആവശ്യപ്പെടാതിരിക്കുവോ? ഞാനോ? തൽക്കാലം ആവശ്യപ്പെടില്ല. ഇത് കഴിയുമ്പോൾ ഞാൻ ആവശ്യപ്പെടാതിരിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? മഹാലക്ഷ്മി എന്ന് പറയുന്നത് ഒരു വേൾഡ് ബാങ്ക് ആണെന്ന് ഞാൻ പറഞ്ഞില്ലേടി. ആ ബാങ്കിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ളപ്പോഴൊക്കെ പണം ആവശ്യപ്പെടാം, തന്നേ പറ്റൂ. അവളുടെ ജീവിതം, അവളുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞിന് അച്ഛൻ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നത് എന്ത് അവൾ കേൾക്കും. കണ്ണനോട് സത്യം തുറന്നു പറയാനും പറ്റില്ല, കാരണം പറഞ്ഞു കഴിഞ്ഞാൽ അവൻ എങ്ങനെ പ്രതികരിക്കുമെന്ന് അവൾക്ക് നല്ല പേടിയുണ്ട്. എന്തായാലും ഒരു വല്ലാത്ത ചതിയാണ്. എങ്കിലും നമ്മളെ എല്ലാം അടിച്ചിറക്കി കണ്ണൻ്റെ എല്ലാ സ്വത്തുക്കളും ഒറ്റയ്ക്ക് അനുഭവിക്കാൻ വേണ്ടിയിട്ട് അവൾ ഒരുപാട് സ്വപ്നം കണ്ടതല്ലേ, എല്ലാം എഴുതി മേടിച്ചില്ലേ. അപ്പം ഈ കാണിക്കുന്നതിലും പെരുമാറുന്നതിലൊന്നും യാതൊരു തെറ്റുമില്ലെന്ന് സീമന്തിനിയും പറയുന്നു. സീമന്തിനിക്കും പണം കിട്ടാൻ പോകുന്നു എന്ന് കേട്ടപ്പോഴത്തേക്കും എന്തെന്നില്ലാത്ത സന്തോഷം. പെങ്കൊച്ചിനെ കല്യാണം കഴിപ്പിച്ചു വിടണം, അതുപോലെ തന്നെ മേഘൻ്റെ ചികിത്സയും നല്ല കണക്ക് നോക്കണം. എന്നാൽ കട്ടും മോഷ്ടിച്ചും നേരായ മാർഗത്തിലും നേരായ മാർഗത്തിലല്ലാതെയും കണ്ണൻ്റെ ഒരുപാട് സ്വത്തുവകകൾ കണ്ണൻ്റെ അച്ഛൻ മരിച്ചതിന് ശേഷം ഇന്നേക്ക് വരെയും സ്വന്തമാക്കിക്കൊണ്ടിരുന്ന വാമദേവൻ്റെ കയ്യിൽ പൈസ ഇല്ലാഞ്ഞിട്ടൊന്നും അല്ല, പക്ഷേ സ്വന്തം പൈസ ഇറക്കാൻ ഒരു മടി. കണ്ണൻ വെറുതെ ഇങ്ങനെ പൈസ തരാൻ ഒരാളുണ്ടെന്നുണ്ടെങ്കിൽ ആർക്കായാലും തോന്നുന്ന മടിയേ വാമദേവന് തോന്നിയിട്ടുള്ളൂ. അങ്ങനെ എല്ലാവരും മതിമറന്ന് സന്തോഷിച്ചിരിക്കുകയാണ്. കരുണയും അതുപോലെ സീമന്തിനിയും നമ്മുടെ വാമനും അധികം താമസിക്കാതെ തങ്ങൾക്ക് കുറേ പണം വന്നു ചേരുമെന്നുള്ള സ്വപ്നത്തിൽ. അതേസമയം നമ്മുടെ സാഗറാണെങ്കിൽ കണ്ണനെ കാണാനായിട്ട് കമലേശ്വരത്തേക്ക് വരുന്നുണ്ട്. സ്വന്തം അമ്മാവൻ്റെ മകൻ
തെറ്റുകാരനാണെന്ന് അറിഞ്ഞിട്ട് പോലും ഉണ്ണിക്കും മറ്റാർക്കും യാതൊരു പിണക്കം ആ മേഘനോടില്ല. പക്ഷേ സാഗറിനെ കണ്ട അവർക്ക് ആർക്കെങ്കിലും ഇഷ്ടപ്പെടുമോ? ആ അനിഷ്ടം ദുർഗയും അതുപോലെ ഉണ്ണിയും സാഗറിനോട് പ്രകടിപ്പിക്കുകയും ചെയ്യുന്നു. നീ എന്തിനാ കൂടെ കൂടെ കണ്ണനെ കാണാനായിട്ട് വരുന്നത്? നീ മഞ്ജുവിനെ കല്യാണം കഴിച്ചത് തന്നെ അവളുടെ സ്വത്ത് മോഹിച്ചല്ലേ? ഇനി അവൻ്റെ കൂടെ നേരിട്ട് സിമ്പതി പറഞ്ഞ് സ്വത്ത് നേടിയെടുക്കാനാണോടാ വന്നേ എന്നൊക്കെ ചോദിച്ച് അപമാനിക്കുന്നുണ്ട്. അതേസമയം കണ്ണൻ അതിന് തക്ക മറുപടി കൊടുത്ത് സാഗറിനെ കൂട്ടി റൂമിലേക്ക് പോകുന്നു. അപ്പോൾ എന്താണ് ഇവർക്ക് രണ്ടുപേർക്കും ഇത്രയും സംസാരിക്കാനുള്ള രഹസ്യം എന്ന് ആലോചിച്ച് ഉണ്ണിയും അതുപോലെ ദുർഗയും അന്താളിച്ച് നിൽക്കുകയും ചെയ്യുന്നു. അപ്പോൾ സാഗറിനോട് കണ്ണൻ ചോദിക്കുന്നു, എന്താ മഞ്ജു എന്തെങ്കിലും പറഞ്ഞിരുന്നോ? അതേ കണ്ണ സാറേ, മഹാലക്ഷ്മി ഏട്ടത്തിക്ക് ഓക്കെ ആയെന്ന് പറഞ്ഞെങ്കിലും അങ്ങനെ നിസാരമായ കാര്യത്തിന് എന്തായാലും എൻ്റെ കണ്ണേട്ടനും മഹാലക്ഷ്മി ഏട്ടത്തിയും പിണങ്ങില്ല. കാര്യം എന്താണെന്ന് ഒന്നി ഞാൻ അനന്തുവേട്ടനോടോ അല്ലെങ്കിൽ കണ്ണസാറിനോടോ ചോദിക്കണമെന്ന് മഞ്ജു വാശി പിടിക്കുന്നു. അപ്പം ചോദിക്കില്ല, നമുക്ക് അറിയേണ്ട ആവശ്യമില്ലെന്നൊക്കെ പറഞ്ഞ് തിരുത്താൻ ശ്രമിച്ചുവെങ്കിലും തോമസ് വൈദ്യരോടെങ്കിലും ചോദിച്ച് കാര്യം അറിയാൻ അവൾ വാശി പിടിക്കുന്നു. ഞാനാണെങ്കിൽ ഇതുവരെ ഒന്നും തുറന്നു പറഞ്ഞില്ല, പറയാതിരിക്കുന്നതാണ് നല്ലത്. കാരണം മഞ്ജുവിൻ്റെയും ഉണ്ണിയുടെയൊക്കെ ഓർമ്മ വെക്കുന്ന കാലത്തിന് മുമ്പേ എൻ്റെ അച്ഛൻ മരണപ്പെട്ടതാ. അവർക്ക് രണ്ടാൾക്കും ജീവനായിരുന്നു അച്ഛനെ. എൻ്റെ അച്ഛനൊരു പാവമായിരുന്നു, എല്ലാവരെയും സഹായിക്കുന്ന സാധു. ആ പാവ മനുഷ്യനെയാ ആ ദുഷ്ടൻ വണ്ടി കയറ്റി ഇല്ലാതാക്കിയത്. അതിൻ്റെ പിന്നിൽ മറ്റാരെങ്കിലും ഉണ്ടോ എന്ന് എനിക്കിപ്പോൾ സംശയമുണ്ട്. എന്തായാലും എൻ്റെ അച്ഛനെ അവർക്കും ജീവനായിരുന്നത് കൊണ്ട് തന്നെ അച്ഛൻ്റെ കൊലപാതകി അവളുടെ അച്ഛനാണെന്നുള്ള കാര്യം അറിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കരുണ ഈ വീട്ടിൽ കാണില്ല. അതുകൊണ്ട് തൽക്കാലം ഈ സത്യം തുറന്നു പറയണ്ട. തുറന്നു പറഞ്ഞാൽ അത് കരുണയുടെ ജീവിതത്തെയും ബാധിക്കും.